കോട്ടയത്തെ ഇരട്ടക്കൊലപാതകത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്നു. തിരുവതക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ 3 പേർ കൂടി പോലീസ് കസ്റ്റഡിയിലായി എന്ന വാർത്ത വരുന്നു. പ്രതി അമിത് ഉറാങ്ങിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച അസം സ്വദേശികളായ 3 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇവരെ മാള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കഴിഞ്ഞു. അവരെ അവിടെ ചോദ്യം ചെയ്യും. ഇപ്പോൾ അവരെ പിടികൂടിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ദിസ് ഈസ് ഫസ്റ്റ് ടൈം ഓൺ അവർ ചാനൽ. ആ ദൃശ്യങ്ങളാണ്, മാളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അമിത് യഥാർത്ഥത്തിൽ പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം അയാൾ നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടാലി കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഇയാൾ ആദ്യം മോഷണ കേസിൽ ഇവരുടെ തന്നെ സ്വർണ്ണമൊക്കെ മോഷ്ടിച്ച, ഫോണുമൊക്കെ മോഷ്ടിച്ച കാര്യത്തിൽ ഇയാൾ 5-6 മാസം ജയിലിൽ കിടന്നു. അതിൻ്റെ പ്രതികാര നടപടിയാണ് ഇതെന്നാണ്. എന്നാൽ അമിതിനെ ഒളിവിൽ കഴിയാൻ 3 പേർ സഹായിച്ചു എന്ന് അറിയുന്നു. അവരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡി എത്തിയിരിക്കുന്നത്. സൂരജ് സജയ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, യഥാർത്ഥത്തിൽ ഈ അയാളെ പോലീസ് കുരുക്കിലാക്കിയത് എങ്ങനെയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? അമിത്തിനെ പിടികൂടി പുറത്തേക്ക് ഇറക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായത് ഈ ടവർ ലൊക്കേഷനുകളായിരുന്നു. ഈ അമിത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മാളയിൽ ഈ അമിത് എത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത്. അത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ വൈകുന്നേരം, കൊലപാതക ശേഷം വൈകുന്നേരത്തോടുകൂടി പ്രതി മാളയിലേക്ക് എത്തുന്നു. അവിടെ ഈ കോഴി ഫാം കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന ഈ പ്രതിക്ക് അറിയാവുന്ന 3 പേരുണ്ടായിരുന്നു. അവർ ഇതിന് സമീപത്ത് ഗംഗാധരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പണി തീരാത്ത കെട്ടിടത്തിലായിരുന്നു താമസിച്ചിരുന്നത്. പ്രതി അവിടെ എത്തുകയും ഇവർക്കൊപ്പം താമസിക്കുകയും ചെയ്യുകയായിരുന്നു. കോട്ടയം എസ് പിക്ക് ലഭിച്ച ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ എസ് പിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ പ്രതി അവിടെ ഉണ്ട് എന്ന സംശയമുണ്ട്, പരിശോധന നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാദേശിക സഹായം തേടി തൃശൂരിൽ നിന്നുള്ള 3 പോലീസുകാരുടെ സഹായത്തോടു കൂടി ഇന്ന് പുലർച്ചെ കോട്ടയത്തു നിന്നെത്തിയ സംഘം വ്യാപകമായ തിരച്ചിലാണ് ഈ മാളയിലെ ആലത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ടും നടത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ പരിശോധന. അങ്ങനെ എത്തി ഗംഗാധരന്റെ കെട്ടിടത്തിലെത്തി പരിശോധിക്കുന്ന സമയത്താണ് 1ാമത്തെ നിലയിൽ ഈ പ്രതി അമിത് കിടന്നുറങ്ങുകയായിരുന്നു. അവിടെ എത്തി സംഘം പ്രതിയെ കൃത്യമായി തിരിച്ചറിയുന്നു, പിടികൂടുന്നു. ആ സമയത്ത് 15,000 രൂപ പ്രതിയിൽ നിന്ന് കണ്ടെടുക്കുകയും അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട കൃഷ്ണകുമാറിന്റെ രേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ ആധാർ കാർഡുണ്ട്, മറ്റ് തിരിച്ചറിയൽ രേഖകളുണ്ട്, വിസിറ്റിംഗ് കാർഡുകളുണ്ട്, മറ്റ് അനുബന്ധ രേഖകളടക്കം ഈ പ്രതിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ രേഖകളടക്കം അവിടെ നിന്ന് പോലീസ് റിക്കവറി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇയാളെ ഈ ഒളിവിൽ കഴിയുന്നതിന് സഹായിച്ച 3 പേരെയാണ്, അസം സ്വദേശികളായ 3 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മാള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ, അതായത് പ്രതി കൊലപാതകം നടത്തിയ ശേഷമാണ് ഇവിടെ എത്തിയത് എന്ന് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു മൊഴി ഇവരിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഇവരെ കൂടി പ്രതി ചേർക്കും.